നമസ്കാരം. ലൈക്ക് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൂമുഖം ആരംഭിക്കുകയാണ്. ഇന്ന് അതിഥിയായി നമ്മോടൊപ്പം ഡോക്ടർ കെ മുരളീധരൻ നായരുണ്ട്. അദ്ദേഹം വാസ്തു ആചാര്യനും വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠത്തിൻ്റെ പ്രസിഡൻറ്റും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്ഥപതിയുമാണ്. അപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഇന്ന് അദ്ദേഹം മറുപടി നൽകാൻ തയ്യാറാണ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. ഇന്നത്തെ ചോദ്യം നിങ്ങളുടെ ചോദ്യത്തിലേക്കാണ് ആദ്യം പോകുന്നത്. ഇന്നത്തെ സംശയം എന്ന് പറഞ്ഞാൽ പല ആളുകളും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. പലരും ഇപ്പോൾ വീടുകളിലൊക്കെ ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ തന്നെ പ്രതിമകൾ, ഫോട്ടോകൾ ഇതിനൊക്കെ കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ ഫോട്ടോകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ദൈവത്തിൻ്റെ ഫോട്ടോകൾ, മരിച്ച ആളുകളുടെ, അവരുടെ അച്ഛനമ്മ അങ്ങനെയുള്ള ഫോട്ടോകൾ, കുടുംബാംഗങ്ങളുടെയൊക്കെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരുടെ ഫോട്ടോസ്, ഇതൊക്കെ പ്ലേസ് ചെയ്യുന്നതിന് കൃത്യമായിട്ടുള്ളൊരു സ്ഥാനം വാസ്തുപരമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഏത് ദിക്കിലേക്ക് ഫോട്ടോകൾ ഇരിക്കണം? കയറി വരുന്ന വാതിലിന് നേരെ അഭിമുഖമായിട്ട് വെക്കാമോ? അല്ലെങ്കിൽ പുറത്ത് വാതിലിൻ്റെ പുറത്ത് നേരെ മുകളിലും താഴെയായിട്ടൊക്കെ വെക്കുന്ന ഒരു സംഭവം, അങ്ങനെ വരുമ്പോൾ കൃത്യമായിട്ടുള്ള അതിൻ്റെ സ്ഥാനം, അത് ഒരു സംശയം. പിന്നെ അതിൻ്റെ കൂടെ വേറെ പ്രതിമകളുടെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞിട്ട് നമുക്ക് പ്രതിമകളിലോട്ട് വരാം. സാധാരണ വീട്ടിലെ മരണപ്പെട്ടവരുടെ ഫോട്ടോ, നമ്മുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ അങ്ങനെ പണ്ടുള്ള 2-3 തലമുറയ്ക്കുള്ള ഫോട്ടോ ഓർമ്മയ്ക്ക് വയ്ക്കും. അതൊക്കെ നല്ലതേ ഉള്ളൂ. ഞാൻ ഒരിക്കലും തന്നെ മോശം ഒരിക്കലും പറയാൻ പറ്റില്ല. അത് ആ ഒരു വീടിൻ്റെ സംബന്ധമായിട്ട് ലിവിങ് ഹാളിലോ ഡ്രോയിങ് ഹാളിലോ വേണ്ടി വന്ന ഡൈനിങ് ഹാളിലോ ഒക്കെ വയ്ക്കുമ്പോൾ ഒന്ന് തെക്കേ ചുമരിലോ വേണ്ടി വന്ന വടക്കേ ചുമരിലോ വയ്ക്കുക. വടക്കേ ചുമരിൽ വെച്ച് അത് കറക്റ്റായിട്ട് തെക്കോട്ട് നോക്കിയിരിക്കും. തെക്കേ ചുമരിൽ വയ്ക്കുമ്പോൾ വടക്കോട്ട് നോക്കിയിരിക്കും. തെക്കേ ചുമരിൽ വയ്ക്കാൻ സാധ്യമില്ലെങ്കിൽ വടക്കേ ചുമരിൽ വയ്ക്കുന്ന യാതൊരു തടസ്സമില്ല. അത് സാധാരണ. അല്ലാതെ നമുക്കൊരു പ്രധാനപ്പെട്ട വാതിലിങ്ങനെ കയറി വരുമ്പോൾ തന്നെ നേരെ ചില വീട്ടിൽ മരണപ്പെട്ട ആൾക്കാർ കുറേ പടങ്ങളിങ്ങനെ ഹാരോട്ട് നേരെ അത് നല്ലതല്ല. ആദ്യമേ ഒരു നെഗറ്റീവ് എനർജിയാണ് വരുന്നത്. നമുക്ക് പോസിറ്റീവായിട്ട് തോന്നുമെങ്കിൽ തന്നെ പുറമേ നിന്ന് വരണവർക്ക് അതൊരു നല്ലതായിട്ടല്ല ലക്ഷണമല്ല കാണുന്നത്. അപ്പം പ്രധാനപ്പെട്ട വാതിൽ തുറന്ന് നേരെ വരുമ്പോൾ ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ ഒഴിവാക്കണം. നമുക്ക് സ്ഥലമായിരിക്കില്ല, അവർക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ. വീടിൻ്റെ ഡ്രോയിങ് ഹാളിലോ ഡൈനിങ് ഹാളിലോ ലിവിങ് ഹാളിലോ ഒക്കെ നമുക്ക് സിറ്റ് ഔട്ട് ഒഴിച്ചിട്ട് നമുക്ക് പ്രധാനപ്പെട്ട മരണപ്പെട്ടു പോയ ആൾക്കാരുടെ പടം വയ്ക്കുന്ന ഒരു തെറ്റുമില്ല, വയ്ക്കാം. അങ്ങനെ തടസ്സമൊന്നുമില്ല. എന്നാൽ ജീവിച്ചിരിക്കുന്നവരുടെ ഫോട്ടോ, ആ വീട്ടിലെ അച്ഛനും അമ്മയും മക്കളും ഗ്രൂപ്പ് ഫോട്ടോ, അതൊക്കെ കിഴക്കേ ചുമരിലോ പടിഞ്ഞാറേ ചുമരിലോ വയ്ക്കാം. അതിൽ തന്നെ ഒന്നി കിഴക്കേ ചുമരായിരിക്കണം, അല്ലെങ്കിൽ പടിഞ്ഞാറേ ചുമർ, അതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഫോട്ടോയോടൊപ്പം ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ച കാര്യമാണ് പ്രതിമകൾ. പലതരം പ്രതിമ, നമ്മൾ മാൻഡ്രേക്ക്, ജൂനിയർ മാൻഡ്രേക്ക് എന്ന് പറഞ്ഞ സിനിമ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അതുപോലെ അത്തരത്തിലുള്ള പ്രതിമകൾ ഏറ്റവും പ്രധാനമായി ഇന്ന് വീടുകളിൽ പുറത്തും അകത്തും ഹോളിലായാലും അല്ലെങ്കിൽ സിറ്റ് ഔട്ടിലൊക്കെ വെക്കുന്ന ഒരു ഇൻറ്റീരിയർ ഡിസൈനിൻ്റെ ഭാഗമായിട്ടൊക്കെ വയ്ക്കുന്നതാണ് ബുദ്ധൻ്റെ പ്രതിമ. അത് കണ്ണടച്ചുള്ള പ്രതിമകളുണ്ട്, കണ്ണ് തുറന്നിരിക്കുന്ന പ്രതിമയുണ്ട്. അതുപോലെ തന്നെ സമ്പത്ത് വരുന്നതിന് വേണ്ടിയിട്ട് കുബേരൻ്റെ പ്രതിമകൾ, അത് പല രീതിയിലുള്ള പ്രതിമകൾ. കാരണം ഇത് ഏത് പ്രതിമകൾ എങ്ങനെ ദോഷം ചെയ്യുന്നു അല്ലെങ്കിൽ ഗുണകരമാകുന്നു എന്നറിയാതെ എല്ലാവരും വീട്ടിൽ വയ്ക്കുന്നു, നമ്മളും അതുപോലെ വീട്ടിൽ കൊണ്ട് പ്രതിമ വയ്ക്കുന്നു എന്നുള്ള സ്ഥിതിയിലേക്ക് വരുന്നു. അപ്പോൾ ഇത്തരം പ്രതിമകൾ വയ്ക്കുമ്പോൾ അത് വെക്കേണ്ടതുണ്ടോ? ഒന്ന്. രണ്ട്, അങ്ങനെ വെക്കുകയാണെങ്കിൽ അതിന് പ്രത്യേകത സ്ഥാനമുണ്ടോ? അല്ലെങ്കിൽ ഏതു തരം പ്രതിമകളാണ് അങ്ങനെ വരുമ്പോൾ തിരഞ്ഞെടുക്കേണ്ടതെന്നുള്ള ഒരുപാട് സംശയങ്ങൾ വരുന്നുണ്ട്. ഈ നമുക്കിപ്പോഴേ ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ട ട്രെൻഡെന്ന് പറയുന്നത് ധാരാളം ബുദ്ധൻ്റെ പ്രതിമകൾ, വിഗ്രഹങ്ങൾ പല രീതിയിൽ. അത് നമുക്ക് വീടിൻ്റെ അകത്തും പുറത്തും വാട്ടർ ഫൗണ്ടനും കൊടുത്തിട്ട് നല്ല നല്ല സൈസിലുള്ളതൊക്കെ വയ്ക്കുന്നുണ്ട്. ഒരു കാര്യം മാത്രമല്ല, ബുദ്ധൻ കണ്ണ് തുറന്നിരിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണോ വയ്ക്കാൻ കുഴപ്പം. കണ്ണടച്ചിരുന്ന് ജപിക്കുന്ന ബുദ്ധൻ്റെ ആയിരുന്നാലും ശരി, നമ്മുടെ ശൈവത്തിലുള്ള സാക്ഷാൽ പരമശിവൻ്റെ ആയിരുന്നാലും ശരി, കണ്ണടച്ചിരുന്ന് ജപിക്കുന്ന പോലുള്ള ഒരു ഫോട്ടോകളോ അല്ലെങ്കിൽ തന്നെ അതൊന്നും തന്നെ വീടിൻ്റെ അകത്ത് പാടില്ല, ഒരിക്കലും പാടില്ല, നല്ലതല്ല. എന്നാൽ കണ്ണ് തുറന്നിരിക്കുകയാണ്. കണ്ണ് തുറന്നിരിക്കുന്ന ബുദ്ധൻ്റെ വിഗ്രഹം വളരെ അപൂർവങ്ങളിലാണ്, ഉണ്ടില്ല എന്ന് പറയുന്നില്ല, അത് വയ്ക്കുന്ന തടസ്സമൊന്നുമില്ല. ശിവൻ്റെ അദ്ദേഹം തപസ്സിരിക്കുന്നത് ചില ഒരു പറഞ്ഞു, അതും വേണ്ട. അല്ലാത്ത ഭാഗങ്ങൾ നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടല്ലോ, അതങ്ങനെയൊക്കെ വയ്ക്കുക. പിന്നെ ഈ വീടിൻ്റെ ഓപ്പൺ ചെയ്യേണ്ട ഭാഗങ്ങൾ, ഇപ്പോൾ വടക്ക് ഭാഗമോ കിഴക്ക് ഭാഗമോ ഒക്കെ നമുക്ക് കുറച്ച് ഉൾവലിഞ്ഞിട്ട് ഒരു ഗാർഡൻ മറ്റേ കൂടെ കൊടുത്തിട്ട് അവിടെ വാട്ടർ ഫൗണ്ടൻ കൊടുക്കാം, വെള്ളം വേണമെങ്കിൽ കെട്ടി നിർത്തുക, അതൊക്കെ ചെയ്യുക. എന്നാൽ മറിച്ച് തെക്കേ ഭാഗത്ത് ചെയ്യരുത്. ചില ആൾക്കാർ ഒന്നും അറിഞ്ഞൂടെ തെക്കേ ഭാഗത്തും അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തും ഇതുപോലെ കോർട്ടിയാട് പോലെ ചെയ്ത് റൂഫിൻ്റെ ഫ്ലോറിൻ്റെ അവിടെ താത്തിട്ട് കുറച്ച് ഗാർഡനും വെള്ളമൊക്കെ കെട്ടി നിർത്തി ചെയ്യുന്നത്, അത് സമ്പത്ത് പോവും.
ആ വീട്ടിൽ എന്നും തന്നെ ദാരിദ്ര്യം ഉണ്ടാവുമെന്നർത്ഥം. എത്ര വലിയ സമ്പന്നനായിരുന്നാലും ശരി പതുക്കെ 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 താഴോട്ട് പോകും. ഒരിക്കലും തെക്ക് ഭാഗത്ത് ചെയ്യരുത്, പടിഞ്ഞാറും ചെയ്യരുത്. അങ്ങനെ വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ജലാശയമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെ വർക്കുകൾ ചെയ്യണമെങ്കിൽ കിഴക്ക് ഭാഗമോ വടക്ക് ഭാഗമോ എടുക്കാം. പിന്നെ ചില ഇൻറ്റീരിയറിനോട് കൂടുതൽ ഭ്രാന്തി കയറി ചില ആൾക്കാർ ചെയ്യും. വീടിൻ്റെ പണ്ടത്തെ ആരൂഢത്തിൻ്റെ അങ്കണം പോലുള്ള നടുഭാഗത്തൊക്കെ ചെട്ടിയിട്ടിട്ട് അവിടെ വെള്ളമൊക്കെ കെട്ടി നിർത്തിയിട്ട് കാണാൻ നല്ല വിഷനൊക്കെ വിട്ടിട്ടിട്ട് അതിനകത്ത് കണ്ണാടിയൊക്കെ ഇട്ടിട്ട് അതൊക്കെ കൊമേഴ്ഷ്യൽ പർപ്പസിന് ഓക്കെ, റെസിഡൻസ് പർപ്പസിനും അതൊന്നും നോക്കൂല. അങ്ങനെയുള്ള കേസുകൾ വരുന്നതെല്ലാം തന്നെ വീട് മൂക്കുകുത്തുന്നർത്ഥം. തീർച്ചയായും അതുപോലെ തന്നെ ഒരു സാധനമാണ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇപ്പോൾ പുതിയ വീടുകൾ വയ്ക്കുന്ന സമയത്ത് വീടിനകത്ത് നേരെ കയറി വരുമ്പോൾ കുളം, മീൻ, പിന്നെ അതുപോലെ ഫൗണ്ടൻ, വെള്ളച്ചാട്ടങ്ങൾ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഹോളുകളിൽ അല്ലെങ്കിൽ നമ്മുടെ സിറ്റ് ഔട്ടുകളിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഒരു സ്ഥാനമുണ്ട്. പല വീടുകളിലും ഞാൻ ഒരു വീട്ടിൽ പാലുകാച്ചുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ നമ്മൾ പ്രധാനമായും നടന്നു വരുമ്പോഴേക്കും ലെഫ്റ്റ് സൈഡിൽ കുളവും വെള്ളച്ചാട്ടമാണ്. ആ കുളത്തിൽ മീനുകളൊക്കെ അലങ്കാര മത്സ്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അലങ്കാര മത്സ്യം പോകുമ്പോൾ ഇതിനകത്തൊരു സംബന്ധിച്ചാൽ ഒരു പാലം പോലെയാണ്, ബ്രിഡ്ജ് പോലെയാണ് നമ്മൾ നടന്ന് ഹോളിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ അടുക്കളയിലൊക്കെ പോകുന്നത് ബ്രിഡ്ജ് പോലെയാണ്. അപ്പോൾ പാലത്തിൻ്റെ അപ്പുറം ഇപ്പുറം മീൻ ഒഴുകി നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ ഏതെങ്കിലും തരത്തിൽ വാസ്തു നോക്കണമോ, അല്ലെങ്കിൽ ഇഷ്ടാനുസരണം അളവും കാര്യങ്ങളൊന്നും ഇല്ലാതെ ചെയ്യാമോ എന്നുള്ള ഒരു സംശയം ചോദിച്ചു. ഇതിൽ നമുക്ക് ഇപ്പോൾ എന്നോട് ചോദിച്ചത് ബ്രിഡ്ജ് പോലെയൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ തന്നെ കൊമേഴ്ഷ്യൽ പർപ്പസായിട്ട് ബന്ധപ്പെട്ടാണ് അങ്ങനെ നിൽക്കുന്നത്. വീട്ടിൽ സാധാരണ റെസിഡൻസ് പർപ്പസിൽ ഇതൊന്നും തന്നെ ചെയ്യാറില്ല. ചെയ്താൽ ഇത് പോസിറ്റീവ് അല്ല ഈ കാര്യങ്ങളൊന്നും തന്നെ. വീടിൻ്റെ അകത്ത് തരംഗങ്ങളുണ്ട്, ഭൗമോർജ്ജം, പ്രാപഞ്ചോർജ്ജം, ലൈറ്റ്നി, എയർ പാസിംഗ് എന്ന ചില കണക്കുകളുണ്ട്. അതൊക്കെ വീടിക്കും. എന്നാൽ കൊമേഴ്ഷ്യൽ പർപ്പസായിട്ട് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ അവർക്ക് മനസ്സിന് വന്ന് നിന്ന് പോകുന്ന ആൾക്കാരാണ്, സ്ഥിരം അവിടെ കിടക്കുന്നതല്ല. ആ കണക്കും ഈ കണക്കും കൊണ്ട് ഒരിക്കലും തന്നെ ലിങ്ക് ചെയ്യരുത്. രണ്ട് രീതിയിൽ. പിന്നെ വാട്ടർ ഫൗണ്ടനും മറ്റു വീട്ടിലും കിഴക്ക് ഭാഗത്തോ വടക്ക് ഭാഗത്തോ ആവാം. വെള്ളമായിട്ട് ജലമായിട്ട് ബന്ധപ്പെട്ട സാധനം കുഴിക്കണം കെടുക്കണമൊന്നും കുഴപ്പമില്ല. വീടിൻ്റെ മദ്യമൊന്നും ചെയ്യരുത്. വീടിൻ്റെ മദ്യമൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതുപോലെ പടിഞ്ഞാറ് ഭാഗത്ത് നമുക്കത് ജലമായിട്ട് ബന്ധപ്പെട്ടൊന്നും കളിക്കുന്ന നല്ലതല്ല. ഇത് ഏറെക്കുറെ നോക്കിയെടുത്ത് കഴിഞ്ഞാൽ ഒരു വീട് രക്ഷപ്പെടാൻ സാധിക്കും. മനഃപൂർവ്വം ഞാൻ നശിച്ച് അടങ്ങുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. തീർച്ചയായും. അപ്പോൾ ഇതൊക്കെ ആവാം എന്നുള്ളതാണ്. പക്ഷേ ആകുന്നതോടൊപ്പം തന്നെ അത് നമ്മൾ ഒരു വാസ്തുപരമായിട്ടുള്ള ഒരു കൺസൾട്ടേഷനിൽ കൂടെ മാത്രമേ ഇത്തരത്തിൽ പ്രതിമകളായാലും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വാട്ടർ ഫൗണ്ടൻ, പിന്നെ ഫിഷ്, കുളങ്ങൾ, അകത്തളങ്ങൾ, ഇതൊക്കെ ക്രമീകരിക്കുമ്പോൾ കൃത്യമായ വാസ്തു കൺസൾട്ടേഷൻ ഉറപ്പാക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ഈ സംശയത്തിന് മറുപടിയായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സംശയങ്ങൾ കൃത്യമായി നമ്മളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാ ചോദ്യങ്ങളും നമ്മൾ ക്രോഡീകരിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ എപ്പിസോഡിലും മറുപടി നൽകുന്നത്. അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നമസ്കാരം.